Two square pyramids have the same volume. The base edge of one is half that of the other. How many times the height of the second pyramid is the height of the first? രണ്ട് സമചതുര സ്തൂപികളുടെ വ്യാപ്തം തുല്യമാണ്. ഒന്നാമത്തെ സ്തൂപികയുടെ പാദവക്കിന്റെ പകുതിയാണ് രണ്ടാമത്തെ സ്തൂപികയുടെ പാദവക്കിന്റെ നീളം. ഒന്നാമത്തെ സ്തൂപികയുടെ ഉയരത്തിന്റെ എത്ര മടങ്ങാണ് രണ്ടാമത്തെ സ്തൂപികയുടെ ഉയരം? അപ്പൊ നമുക്ക് ഒരു ക്വസ്റ്റ്യനിൽ നമ്മൾ 3 സ്റ്റെപ്പ് ആയിട്ടാണ് പ്രോബ്ലംസ് ചെയ്യേണ്ടത്. ഫസ്റ്റ് വൺ, ഗിവൺ ദാറ്റ്, എന്താണ് നമുക്ക് തന്നിട്ടുള്ളത് അത് നമ്മൾ എഴുതണം. രണ്ടാമത്, എന്താണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, അതിനുള്ള ഇക്വേഷൻ. മൂന്നാമത്തതാണ് സൊല്യൂഷൻ. അപ്പൊ ആദ്യം നമുക്ക് ഇവിടെ എന്താ തന്നിട്ടുള്ളത്? സെയിം വോളിയം തന്നിട്ടുണ്ട്, വ്യാപ്തം തുല്യമാണ്. അപ്പൊ V1 ഈക്വൽ ടു എന്താണ്? V2 ആണ്. പിന്നെ രണ്ടാമത് തന്നിട്ടുണ്ട് the base edge of one is half that of the other. ഒന്നാമത്തെ സ്തൂപികയുടെ പാദവക്കിന്റെ പകുതിയാണ് രണ്ടാമത്തെ സ്തൂപികയുടെ പാദവക്കിന്റെ നീളം. അപ്പൊ നമുക്ക് A1 A2 എന്ന് രണ്ട് സ്തൂപികളായിട്ട് എടുക്കാം. ഒന്നാമത്തിന്റെ പാദവക്ക് A1 എന്നും രണ്ടാമത്തത് A2 എന്ന് എടുത്തു കഴിഞ്ഞാൽ A2 എന്തായിരിക്കും? A1/2 ആയിരിക്കും. ഒന്നാമത്തതിന്റെ പകുതി ആയിരിക്കും. ഇനി V1 ഈക്വൽ ടു V2 നമുക്ക് തന്നിട്ടുണ്ട്. ഇനി ഇതിൽ V1 ന്റെയും V2 ന്റെയും ഇക്വേഷൻസ് കൊടുക്കുക വോളിയം കാണാൻ. 1/3 a square h ആണ്. അപ്പൊ 1/3 a1 square h1 എന്ന് വരും. 1/3 a2 square h2 എന്ന് വരും. a1 എന്ന് പറഞ്ഞാൽ ഒന്നാമത്തത്, h1 എന്ന് പറഞ്ഞാൽ ഒന്നാമത്തിന്റെ ഹൈറ്റ്. നേരത്തെ നമ്മൾ പറഞ്ഞു a2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ a1/2 ആണ്. അത് ഇവിടെ കൊടുക്കുക. a2 ന്റെ സ്ഥാനത്ത് a1/2 എന്ന് കൊടുത്തു. 1/3 1/3 രണ്ടോടത്തും കോമൺ ആയതുകൊണ്ട് എന്തായി പോയി? ക്യാൻസൽ ആയി പോയി. ബാക്കി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. a1 സ്ക്വയർ h1 ഈക്വൽ ടു a1 ന്റെ സ്ക്വയർ a1 സ്ക്വയർ 2 ന്റെ സ്ക്വയർ 4 h2 വരും. രണ്ടോടത്ത് a1 ഉണ്ട്, അത് നമുക്ക് ക്യാൻസൽ ചെയ്യാം. രണ്ടും ന്യൂമറേറ്ററിലാണ് അല്ലെ? ഇവിടെയും ന്യൂമറേറ്ററിലാണ്, ഇവിടെയും ന്യൂമറേറ്ററിലാണ്. അത് രണ്ടും എന്തായി പോകും? ക്യാൻസൽ ആയി പോകും. ദെൻ h1 ഈക്വൽ ടു h2/4 ഉണ്ട്. ഓക്കെ, ഈ 4 നെ ഇപ്പുറത്തോട്ട് കൊണ്ടുവരാം. അപ്പൊ 4h1 ഈക്വൽ ടു h2 എന്ന് എഴുതാം. രണ്ടാമത്തെ സ്ക്വയർ പിരമിഡിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് ഒന്നാമത്തെ സ്ക്വയർ പിരമിഡിന്റെ ഹൈറ്റിന്റെ 4 ടൈംസ് ആണ്. രണ്ടാമത്തെ സമചതുര സ്തൂപികയുടെ ഉയരം ഒന്നാമത്തെ സമചതുര സ്തൂപികയുടെ ഉയരത്തിന്റെ 4 മടങ്ങാണ്. The height of the second pyramid is 4 times the height of the first pyramid. രണ്ടാമത്തെ സ്തൂപികയുടെ ഉയരം ഒന്നാമത്തെ സ്തൂപികയുടെ ഉയരത്തിന്റെ 4 മടങ്ങാണെന്ന് കിട്ടും. ഓക്കെ.